നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ജനകീയ പങ്കാളിത്തത്തോടെ ലക്ഷ്യത്തിലേക്ക്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് TK ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 50 ലക്ഷം രൂപ രാഹുൽ ഗാന്ധിയുടെ ഫണ്ട് മാത്രമായി ബന്ധപ്പെട്ട് നമുക്ക് അനുവദിച്ചിരിക്കെ അതിനുശേഷം പ്രസിഡന്റായ സമയത്ത് കുറേയേറെ കാര്യങ്ങൾ ഫണ്ട് ചെലവഴിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭാഗത്തുനിന്ന് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ വളരെ സജീവമായ കാര്യങ്ങളും ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് നമ്മളത് അതിന്റെ സമ്പൂർണ്ണ ഫലത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു STP ട്രീറ്റ്മെന്റ് പ്ലാനായിരുന്നു. അത് നമുക്ക് ഗവൺമെന്റ് നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 1 കോടി രൂപയിലധികം പണം അനുവദിച്ചു. അതിന്റെ പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഇന്ന് ഒരു നല്ല ഡയാലിസിസ് സെന്റർ അത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു വർഷമേ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി അത് സമ്പൂർണമായും ഞാൻ എക്സലൻസി കൂടി കഴിയുമ്പോൾ അത് സമ്പൂർണമായി സൗജന്യമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 തവണ എക്സലൻസി മീറ്റിംഗ് വിളിച്ച് അതോടൊപ്പം തന്നെ പിന്നീട് ജനപ്രതിനിധികളെയും വിവിധ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളെയും മീറ്റിംഗ് വിളിച്ച് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് നമുക്ക് ആദ്യഘട്ടം 1 വർഷത്തേക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ഫണ്ട് മൊബിലൈസേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് തലങ്ങളിൽ നമുക്ക് ഫണ്ട് ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. 2ാം വർഷത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കൂടാതെ തന്നെ ഈ ഡയാലിസിസ് സെന്ററിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയുന്ന സാഹചര്യം ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉണ്ടാകും. ഡയാലിസിസ് കേന്ദ്രം മെയ് മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് TK ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനമായി. രാഹുൽ ഗാന്ധി MP വകയിരുത്തിയ 50 ലക്ഷം രൂപ ഉപയോഗിച്ച് ആരംഭിച്ച പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 1.5 കോടി രൂപയോളം മുടക്കി അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. NHM ഫണ്ട് 1.20 കോടി ഉപയോഗിച്ചുള്ള STP പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിന ചെലവുകൾക്കായി 1 വർഷത്തിൽ ഏകദേശം 1 കോടിയോളം രൂപ വരും. ഈ ഫണ്ട് സമാഹരിക്കുന്നതിനായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും യുവജന സംഘടനാ പ്രവർത്തകരും അടങ്ങിയ ജനകീയ മീറ്റിംഗ് ഇന്ന് വിളിച്ചു ചേർത്തത്. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് VK ഹസ്കർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ, വൈസ് പ്രസിഡന്റ് ജെസി ടി, B ശിവശങ്കരൻ, T സുലേഖ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാമൻകുട്ടി, VM സീന, KC കുഞ്ഞു മുഹമ്മദ്, NA മുബാറക്, T രവീന്ദ്രൻ, YP മുഹമ്മദ് അഷ്റഫ്, CPM ഏരിയ സെക്രട്ടറി B മുഹമ്മദ് റസാഖ്, AP ഉമ്മർ പള്ളിയാളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.